നേതാവ് പറഞ്ഞു ജബ്ബാർ സക്കരിയ സലാഹി മരിക്കുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു ജബ്ബാർ മൗലവി നടന്നുള്ള ഈ ചെറുകിട മൗലവിമാരുടെ ഒക്കെ ഒരു ഗുരുനാഥനാണ്. അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്ത തൗഹീദ് എന്ന അവരുടെ ഈ ദുഷിച്ച വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തയാളാ. ആ ജബ്ബാർ മൗലവി മുശ്രിക്കാണ് എന്ന് പച്ചയായി പറഞ്ഞു. കേട്ടോ, നൂഹ് നബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ നാട്ടക്കുറ്റി ഉണ്ടാക്കി കൊടുത്തവർ വിഗ്രഹം കൊണ്ടുവന്ന് വെച്ച അംറു ബിൻ ലുഹയ്യ് എന്ത് പണിയാണോ ചെയ്തത്, അതേ പണിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. മൂപ്പരിത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ റബ്ബിലാട്ടോ രണ്ട് ഗ്രൂപ്പിന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കാണ്. കേട്ടോളൂ, ബിംബാരാധനക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് അറേബ്യയിലേക്ക് ബിംബം കടത്തിക്കൊണ്ടുവന്നവൻ ചെയ്ത പണി ഏതോ അതാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. എടോ, ഈ ബിംബാരാധകനെ കൂട്ടിയല്ലേ സംവാദത്തിന് നടന്നിരുന്നത്? ഈ മുശ്രിക്കിനെ കൂട്ടിയല്ലേ കാലം നടന്നിരുന്നത്? സുന്നികളായ ഞങ്ങളോട് സംവാദത്തിൽ മറ്റേ മുശ്രിക്കുകൾ എന്ന് ഇവർ പറയുന്ന ആ കക്ഷികൾ സംവാദത്തിന് വന്നിരുന്നത്. ഇതാ സക്കരിയ ചോദിക്കുന്നത്, നിങ്ങൾ ഈ മുശ്രിക്കുകളെ കൂട്ടിയ സുന്നികൾക്കെതിരെ സംവാദത്തിന് പോയിരുന്നത്? പറയട്ടെ, ഇപ്പുറത്തും ഇരുന്ന് കിതാബ് നോക്കി അദ്ദേഹം പറയുന്നത് കാതോർത്തിരുന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് കിട്ടുന്ന വിജ്ഞാനം നുകർന്ന് ഇപ്പൊ അദ്ദേഹത്തെ തള്ളി പറയുകയാണ്. നന്ദി കെട്ടവരെ. ആ നടുവിലിരിക്കുന്ന വയസ്സം മൗലവിയാണ് ജബ്ബാർ മൗലവി. അയാളിപ്പോ കഴിഞ്ഞിരിക്കണ്, അയാളിപ്പോ ഇല്ല, ദുനിയാവിലില്ല. അപ്പുറത്തും രണ്ട് മൗലവിമാര് ആളെ ശിഷ്യന്മാരാ. ഇപ്പൊ ആ രണ്ട് ശിഷ്യന്മാര് കൂടിയിട്ട് ഉസ്താദ് മുശ്രിക്കാണ്, കാഫറാണ്, കൊടിയ ബിംബാരാധകനാണ് എന്ന് പറയുന്നു. എവിടെ എത്തി മുജാഹിദ് പ്രസ്ഥാനം? നിങ്ങൾ ചിന്തിക്കണം. ഇതാണ് മുജാഹിദ് കേരളത്തിൽ വന്ന് ചെയ്തത്. അവർ രണ്ട് ആയത്തുകൂടെ ഓതി, രണ്ട് പാട്ടും പാടി, 4 ഔലിയാക്കന്മാരെ ജാറങ്ങളെ മേക്കട്ടുകാരിയ എല്ലാം പരിപൂർണമായി എന്ന് കരുതുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ കേരളീയ മുസ്ലിമീങ്ങൾ, അതേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 2 വിഭാഗത്തിന്റെയും നേതാക്കളും അനുയായികളും ഇതാ ഞങ്ങൾ തെരുവോരങ്ങളിൽ നിങ്ങളെ ജനകീയ വിചാരണ ചെയ്യുകയാണ്. ഇത് ദീനല്ല. മുസ്ലിമീങ്ങളെ കാഫറാക്കിയ നിങ്ങൾ ഇപ്പൊ ആരെങ്കിലും ഇവർക്ക് കാഫറാക്കിയിട്ടില്ലെങ്കിൽ ഇവർക്ക് ഉറക്കം വരൂല. ഇതാണ് ഇവരുടെ അവസ്ഥ.